ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഞാൻ ആദ്യം ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ to you, happy birthday to you, happy birthday to you, happy birthday to you. എല്ലാവരും കഴിച്ചോളൂ. അതെ, ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കാം. ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഓൺ ബിഹാഫ് ഓഫ് അപ്പയ്ക്ക് കൊടുക്കുന്നതിന് ഇവിടെ ഒരാൾക്ക് അത് ഫുള്ള് കഴിച്ചോളും, കുഴപ്പമില്ല. ദാസേട്ടാ ഞങ്ങളൊക്കെ ദാസേട്ടന് കേക്ക് തരുന്നതായിട്ട് മനസ്സിൽ വിചാരിച്ചോണ്ട് എഞ്ചോട് കൊടുക്കാം. ഈ കേക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കാം. എല്ലാരും കൂടെ എനിക്ക് തരണ്ട. ഷുഗർ ഞാൻ തന്നെ ഇല്ല, ഇതെല്ലാരും കഴിച്ചാൽ മതി. കുറച്ച് വെള്ളം. ഇതിപ്പോ എന്റെ മധുരങ്ങളുള്ള പോലെ പോയി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇന്ന് ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ഈ ജന്മദിവസത്തെ ആഘോഷമൊന്നും ഞാൻ ഒരിക്കലും പറയുകയില്ല. എനിക്ക് ശക്തി ഊർജവും നൽകാൻ എല്ലാവരും ചേർന്ന് ഈ ചെയ്തതിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടവനാണ്. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും. അതേസമയം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും സംഗീതത്തെ ബഹുമാനിക്കുക. ആ സംഗീതമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. സംഗീതമില്ലെങ്കിൽ ഒന്നും, ശരീരത്തിന്റെ തുടിപ്പുകൾ പോലും സംഗീതത്തിനോട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ലോകത്തെ എല്ലാ നദികളാണെങ്കിലും കാറ്റാണെങ്കിലും അതിനൊക്കെ ഒരു സംഗീത അംശമുണ്ട്. ആ സംഗീതത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹോദരങ്ങളാണ്. ഒരു തരത്തിലും ജാതി മതഭേദമന്യേ എല്ലാവരും തുല്യരാണെന്നും സ്നേഹിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എനിക്കിപ്പോ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അതുകൂടി ഒന്ന് മനസ്സിലെത്തി എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കും. അതായിരിക്കും എനിക്ക് കൂടുതൽ ആ കേക്കിനേക്കാൾ രുചിയുള്ള ഒരു കേക്കിനേക്കാൾ രുചിയുള്ള ഒരു വസ്തുവായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫലം എനിക്ക് അതായിരിക്കും. അതുകൊണ്ട് ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പ്രകൃതിയെ സ്നേഹിക്കുക, നമ്മളുടെ സംഗീതത്തിലുള്ള അംശങ്ങളെ മനസ്സിലാക്കുക. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് സഹോദരങ്ങളായി ഒരു തരത്തിലും മറ്റൊരു തരത്തില് വിദ്വേഷങ്ങളോ ജാതിയെ പറ്റിയോ ഇതെല്ലാം ഇല്ലാതെ ഒരു
പ്രത്യേക ഒരു ഒരു ലോകത്തെ നമുക്ക് ഈ ലോകത്ത് തന്നെ സൃഷ്ടിക്കാൻ നോക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് സംഗീതം വഴിയാണ് വരുന്നത്. സംഗീതത്തിനൊരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല എന്നാണ് എൻ്റെ ജീവിത അനുഭവം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണം, ആരോഗ്യ സൗഖ്യം ഉണ്ടായിരിക്കണം, എല്ലാവരും നന്നായിരിക്കണം, ലോകം മുഴുക്കെ ശാന്തവും സമാധാനവും നിറഞ്ഞിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. നമസ്കാരം. ഫസ്റ്റ് എൻ്റെ ചേട്ടൻ യേശുവേട്ടൻ, ഐ നോ ഹിം സിൻസ് ഐ വാസ് എ ചൈൽഡ്. നീയും ബൊമ്മൈ നാനും ബൊമ്മൈ ടൈം. I am so proud to be present today. And I am one of his early fans, so you can say that I am Jesuitan's fan for past 65 years. So one of his oldest fans. I wish him all the best. He has the youngest mind and a young voice. I wish both to stay young as ever. Namaskaram. I'm happy to wish you today. ரொம்ப சந்தோஷம். എൻ്റെ ഈ ബർത്ത്ഡേക്ക് പങ്കുചേർന്നു എന്നുള്ളതിൻ്റെ ഈശ്വരനോട് നന്ദി പറയുന്നു. അങ്ങേക്ക് എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളു. Thank you. You are India's wealth, so, and probably you are the wealth of the world. So, namaskaram once again. I'm proud to be here at your time. Thank you. Thank you so much. Thank you, madam. Thank you for keeping him healthy. Thank you. ഇത്രയും സന്തോഷമായിട്ടുള്ള ഒരു ദിവസം ജീവിതത്തിൽ ദാസമാമയോടൊപ്പം ഇത്രയും ഞങ്ങൾക്ക് എല്ലാവരും ദാസമാമയെ കണ്ടിങ്ങനെ വിഷയം പറ്റുന്ന such a happy occasion. ഞാനൊരു ഗായികയായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ദാസമാമയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു റോളാണ്. എൻ്റെ മ്യൂസിക്കൽ ഐഡിയാണ് ദാസമാമ, എല്ലാവർക്കും അറിയാം, ദാസമാമയ്ക്ക് അറിയാതെ. ഓർമ്മ വന്ന കാലം മുതൽ സസരീരി ഗഗമാമ എന്നെല്ലാം ഞാൻ പാടിയത്. എൻ്റെ സ്വന്തം കൽപ്പനയിൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ കുട്ടിക്കാലത്ത് ദാസമാമ 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 എന്നാണ് ഞാൻ ഫസ്റ്റ് പാടിയത്. അങ്ങനെയാണ്. അത്രത്തോളമാണ് ദാസമാമയുടെ ഇൻഫ്ലുവൻസ് എന്ന് ഞാൻ എല്ലാവർക്കും ഞാൻ ഈ ഒക്കേഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നു. ദാസമാമ 84 മാത്രമല്ല 150 ഇയേഴ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ദാസമാമ. നമസ്കാരം. സിദ്ദിഖ് പറഞ്ഞത് ശരിയല്ലേ? കഴിഞ്ഞ വർഷം ഞാനും സിദ്ദിഖും ഉണ്ടായിരുന്നു. നമസ്കാരം. മമ്മൂക്ക ഇല്ല. അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല. ഞങ്ങളെ ഉണ്ടാവും. കണ്ണിന് പൊൻകണി കാതിന് തേക്കണി എന്നാലും ഇന്നെന്റെ വിഷം പൂതി. കണ്ണിന് പൊൻകണി പൊൻകണി കണ്ണിന് പൊൻകണി കാതിന് തേക്കണി എന്നാലും ഇന്നെന്റെ വിഷം പൂതി. കണ്ണിന് പൊൻകണി പൊൻകണി. അതാണ് എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ. ആദ്യത്തെ 2-3 ദിവസം ഓക്കെയാ, അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പോയി അല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്നും ഈ പാട്ടുകളോടുള്ള അഗാധമായിട്ടുള്ള പാട്ടിനോടുള്ള സ്നേഹം, പാട്ടെന്താണെന്നും മലയാള അക്ഷരങ്ങളുടെ ഉച്ചാരണം എന്താണെന്നും ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ദാസേട്ടനോടുള്ള സ്നേഹം നേരിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നീ വേദിയിലേക്ക്. ദാസേട്ട വീണ്ടും പിറന്നാൾ ആശംസകൾ. ദാസേട്ടന് എത്ര വയസ്സായെന്നോ എത്രാമത്തെ പിറന്നാളെന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ എന്നും ദാസേട്ടന് നിത്യ യൗവനം തന്നെയാണ്. ദാസേട്ട ഒരിക്കൽ കൂടി ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു.